ഈ കുട്ടികളോടെല്ലാം തുറന്നു പറയണം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ആ തെറ്റിദ്ധാരണ മാറ്റണം. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഋതികയുടെ ടെൻഷൻ കണ്ടപ്പോ ഞാൻ അച്ഛനോട് അല്പം ഉറക്കെ സംസാരിച്ചു പോയി. അച്ഛൻ എനിക്ക് ദൈവമാ. അച്ഛനത് വേദനിച്ച് കാണുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തരണോ അച്ഛാ? എന്താടാ ഇത്? അതിന് തെറ്റൊന്നും എന്നോട് ചെയ്തിട്ടില്ല. മനുഷ്യരാരായാലും അവരുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് സംസാരിച്ചെന്നിരിക്കും. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാ. നിനക്കപ്പ തോന്നിയ വിചാരം എന്നോട് പ്രകടിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്റെ കാല് വീഴാൻ പാകത്തിനുള്ള അപരാധങ്ങളൊന്നും നീ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യില്ല. വായ നിറയെ മുറുക്കാനും ഇട്ട് പതപ്പിച്ച് അത് കോളാമ്പി തുപ്പി പൂമുഖത്തെ ചാരികസേരയില് മലർന്നു കിടന്ന് മക്കളെ വിറപ്പിക്കുന്ന മാടമ്പിയായ മൂരാച്ചി തന്തയൊന്നുമല്ല ഞാൻ. വിദ്യാഭ്യാസവും വിവരമുള്ള മക്കളെ കൂട്ടുകാരനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ ഔപചാരികത ഒന്നും എന്നോട് വേണ്ട. പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നീ ക്ഷമയോടെ കേൾക്കണം. എന്നിട്ട് അതാ കുട്ടിയോട് പറയണം. എന്നിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. അച്ഛൻ പറയേ. ഇന്നലെ അത് ക്ലിയർ ചെയ്യായിരുന്നു, പക്ഷേ നിങ്ങൾ വിട്ടൊന്നും പറഞ്ഞില്ല. ഋതുമോളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ്